ഏവർക്കും JF ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? മിക്കവാറും ക്ലാസ് റൂമിൽ കേൾക്കുന്ന ഒരു വാചകമാണിത്. ഈ സമയത്ത് കുട്ടികൾ എന്തായിരിക്കും ആലോചിക്കേണ്ടാവുക? സാറിന് അറിയാത്തതല്ലേ പിന്നെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടാവുക. ഒരിക്കൽ ഒരു ക്ലാസ് റൂമിൽ ഒരു കുസൃതി കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് റൂമിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് മറന്നു പോകുന്നത്? അപ്പം അവൻ പറഞ്ഞു, സാറിന് ഒരു വിഷയം ഓർത്തു വയ്ക്കേണ്ടതുള്ളൂ, ഞങ്ങൾക്ക് ഒരുപാട് വിഷയങ്ങൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ കുസൃതിയുടെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബ്രെയിനിന് ഇതൊക്കെ ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓർമ്മക്കുറവ് സംഭവിക്കുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ബ്രെയിനിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റിയെ കുറിച്ച് നമുക്ക് വല്ല ധാരണയുണ്ടോ? എത്രത്തോളം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും? ഗവേഷണങ്ങളിൽ നിന്ന് തെളിഞ്ഞിട്ടുള്ളത് ഏകദേശം 2.5 മില്യൺ GB ആണ് ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. അതായത് 2.5 ലക്ഷം GB ഡാറ്റയാണ് ശേഖരിക്കാൻ പറ്റാവുന്നത്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏകദേശം 40 ഭാഷകൾ മാതൃഭാഷയെ പോലെ അനായാസം കൈകാര്യം ചെയ്യാനും 15ഓളം വ്യത്യസ്ത വിഷയങ്ങളിൽ ഡിഗ്രി എടുക്കാനും ഒരു സെറ്റ് എൻസൈക്ലോപീഡിയ മനഃപ്പാഠമാക്കി വെക്കാനും ഇത്രയും ബ്രെയിൻ കപ്പാസിറ്റി മതി, അതായത് ഇത്രയും മെമ്മറി മതി എന്നാണ് ഗവേഷകർ പറയുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ കപ്പാസിറ്റി അല്ല ഇവിടെ പ്രശ്നം, ബ്രെയിനിനെ അനുയോജ്യമായ രീതിയിൽ പരിശീലിപ്പിക്കാത്തതാണ് ഇവിടെ പ്രശ്നം. There is no such thing as bad memory or good memory. May be called trained memory or untrained memory. ഇനി വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത് ഓഡിറ്ററി മെമ്മറിയേക്കാൾ 20 ഇരട്ടി ശക്തി കൂടിയുള്ളതാണ്. ഓർമ്മിക്കാൻ ഒരുപാട് ഘട്ടങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒബ്സർവേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് ഒരുപാട് നമ്മുടെ ചുറ്റുപാടും പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. ഈ നിരീക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം നിരീക്ഷണ പാഠവുമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കൃത്യതയോടെ നിരീക്ഷിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ സാധാരണ ഒരുപാട് സമയം ഈ ട്രാഫിക് സിഗ്നലുകളിൽ നമ്മൾ പെട്ടുകിടക്കാറുണ്ട്. ട്രാഫിക് സിഗ്നലുകൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് വെർട്ടിക്കലായി നിൽക്കുന്നതും ഹൊറിസോണ്ടലായി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. ഈ വെർട്ടിക്കലായി നിൽക്കുന്ന ഈ ട്രാഫിക് സിഗ്നലിന്റെ മുകളിൽ റെഡ് ആണോ ഗ്രീൻ ആണോ? അതിന്റെ ഓർഡർ ഒന്ന് പറയാമോ? കൺഫ്യൂസ്ഡ് ആയില്ലേ? ഇനി വെർട്ടിക്കലാകുമ്പോൾ എങ്ങനെയാ, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ റെഡ് വരിക? അപ്പൊ നമ്മൾ എന്ത് കാണുന്നതാണ്, പക്ഷെ ഒരു കൺഫ്യൂഷൻ ഇവിടെ അല്ലേ? അതേസമയത്ത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് മുറിച്ച കേക്ക് ഏതാണെന്നും അതിന്റെ പാറ്റേൺ ഏതാണെന്നും അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നും അല്ലെങ്കിൽ എന്ത് ഗിഫ്റ്റാണ് അച്ഛൻ മേടിച്ചു തന്നിട്ടില്ലെന്നും നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം. രണ്ട് സ്ഥലത്തും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ കേസിലായിരിക്കും കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ടുള്ള നിരീക്ഷണം ഉണ്ടാവും. സോ ഒബ്സർവേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ആർ ബോത്ത് ടു ഫാക്ടേഴ്സ് വിച്ച് റീഇൻഫോഴ്സ് ഇൻഫോർമേഷൻ ഇൻ അവർ മെമ്മറി. നമ്മുടെ മനസ്സിൽ ഡാറ്റ ശേഖരിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ വിവരങ്ങൾ കൃത്യമായിട്ട് ഉറപ്പോടുകൂടി ശേഖരിച്ചു വെക്കപ്പെടുന്നത് താല്പര്യത്തോടെയുള്ള നിരീക്ഷണമാണ് എല്ലാ സ്ട്രോങ് ആയിട്ടുള്ള മെമ്മറിക്കും അടിസ്ഥാനം. ഒരു പുസ്തകവും ഭാരതത്തിൽ നിന്ന് ഒരു പ്രത്യേക പുസ്തകം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമ്മളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. കൂമ്പാരമായി എടുക്കുകയാണ്, ഓർഗനൈസ് ചെയ്തിരുന്നില്ല, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ നിന്നൊരു പുസ്തകം നമുക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വളരെ പെട്ടെന്ന് കിട്ടിയിരിക്കുക, മുകളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടിയിരിക്കുക. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം പിടിക്കും, നമുക്കും ടെൻഷനാവും കിട്ടാണ്ടാവുമ്പോൾ. പിന്നീട് നമ്മൾ വിചാരിക്കും അത് അതിലുണ്ടാവില്ല എന്ന് വിചാരിക്കും. പക്ഷെ പുസ്തകം അവിടെ ഉണ്ട്. ആ പുസ്തകത്തിന്റെ കൂടെ ഒരുപാട് മറ്റുള്ള പുസ്തകങ്ങൾ കിടക്കുന്നത് കൊണ്ടായിരിക്കാം കിട്ടാതിരുന്നത്. പക്ഷെ അവിടെ ആ പുസ്തകം അവിടെ കാണും, പക്ഷേ അത് എവിടെയോ മാറി കിടക്കുന്നതായിരിക്കാം. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ വെൻ വി ട്രൈ ടു റീകാൾ സംതിങ്. ഇതാണ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ, ഒരു കാര്യം ഓർമ്മിച്ചെടുക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് ഡാറ്റ ഉള്ളത് കൊണ്ട് നമുക്കിപ്പോൾ ആവശ്യമുള്ള ഡാറ്റ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. ഇനി നോക്കൂ, ഒരു പബ്ലിക് ലൈബ്രറി പോയി ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്. അവിടെ എല്ലാം കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോവല്, പോയം,
അതുപോലെ തന്നെ സയൻസിൻ്റെ ആയാലും ഒരുപാട് വിഷയങ്ങൾ, കെമിസ്ട്രി ആണെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി, അങ്ങനെ വ്യത്യസ്തമായ രീതിയിലും ആൽഫബറ്റിക് ഓർഡറിലൊക്കെ കൃത്യമായ രീതിയിൽ അവ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പുസ്തകം, ആവശ്യമുള്ള പുസ്തകം വളരെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ, ഓർമ്മയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ സംഭവിക്കുന്നത്. ന്യൂമോണിക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്, അതൊരു ട്രിക്കാണ്. പെട്ടെന്ന് ഇപ്പോൾ ലേണിംഗ് മെത്തേഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. ഓർഗനൈസ് ചെയ്ത് എങ്ങനെ നമുക്ക് ഇൻഫോർമേഷൻ നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഈ വളരെ എളുപ്പത്തിൽ ഈ മെത്തേഡിലൂടെ നമുക്ക് സ്വായത്തമാക്കാം. സാധാരണയായിട്ട് നമ്മൾ ഒരുപാട് വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കാറുണ്ട്. പ്രത്യേകിച്ച് ചില കേസുകളിൽ വിവരങ്ങളൊക്കെ, ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് ഒരു ഓർഡറിലൊക്കെ ഓർക്കേണ്ടതായിട്ടുള്ള ഘട്ടം വരുമ്പോൾ അത് എളുപ്പത്തിൽ ഓർക്കാൻ വേണ്ടി ചിലപ്പോൾ അതുപോലെ ഇമേജ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റാവുന്നൊരു സിമ്പിൾ സെന്റൻസ് ആവാം, ചിലപ്പോൾ റൈം ആവാം. ഇങ്ങനെയൊക്കെ നമ്മൾ ന്യൂമോണിക്സ് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാവുന്നത്, ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ്. പല ട്രെയിനിങ് ക്ലാസ്സുകളിലും പോകാറുണ്ട്, ട്രെയിനറായിട്ടും പോകാറുണ്ട്. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസ് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റിൽ നോക്കി പറയാം, പക്ഷെ അതൊരു മോശമില്ലെന്ന് വെച്ചാൽ നമ്മൾ അത് വളരെ കൃത്യമായിട്ട് അത് ഓർഡറിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ബൈഹാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു ന്യൂമോണിക്സ് ആണ് PSC, MA, SINDLH, CST. റിയാക്ടിവിറ്റി സീരീസിൽ 14 മൂലകങ്ങളാണ് ഹൈസ്കൂളിൽ പഠിക്കാനുള്ളത്. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മെഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ്. ഇത് കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമോണിക്സ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. PSC നമുക്കറിയാം, PSC പരീക്ഷ എന്നുള്ള അറിയാം. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ PSCനെ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഫുൾ ഫോമിൽ ഒന്ന് മാറ്റിയിട്ട് P for പൊട്ടാസ്യം, S for സോഡിയം, C for കാൽസ്യം എന്നാക്കി. മെഗ്നീഷ്യം, അലുമിനിയം എന്നുള്ളതിന് പകരം MA എന്നുള്ളതിന് പകരം, MA എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ്റ്റർ ഓഫ് ആർട്സ് ആണ്, പകരം ഇവിടെ മെഗ്നീഷ്യം, അലുമിനിയം ആക്കി മാറ്റി. പിന്നെ ഈ പരീക്ഷ എഴുതിയാൽ കിട്ടുന്ന സ്ഥാപനം, ജോലി കിട്ടുന്ന സ്ഥാപനത്തിന്റെ പേര്, നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കുകയാണ്, SINDLH. നമുക്കറിയാം BSNL എന്ന് പറഞ്ഞ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. അതുപോലെ ഒരു കമ്പനി രൂപീകരിക്കുകയാണ് നമ്മുടെ അത്യാവശ്യത്തിന്. SINDLH. Z എന്ന് പറയുമ്പോൾ സിങ്ക്, I എന്ന് പറയുമ്പോൾ അയൺ, അതുപോലെ N എന്ന് പറയുമ്പോൾ നിക്കല്, T എന്ന് പറയുമ്പോൾ ടിൻ, L എന്ന് പറയുമ്പോൾ ലെഡ്, H എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ. അങ്ങനെ SINDLH. പിന്നെ നമുക്ക് കിട്ടുന്ന ജോലിയുടെ പേരാണ് ചീഫ് സെക്യൂരിറ്റി ഗാർഡാണ്. അതിന് പകരം അത് CST ആണ് എഴുതുക. അതിന് പകരം കോപ്പർ, സിൽവർ, ഗോൾഡ്. ഈ രീതിയിൽ റിയാക്ടിവിറ്റി സീരീസ് നമുക്ക് ഓർത്ത് വയ്ക്കാൻ സാധിക്കും. ഇതേപോലെ കെമിസ്ട്രിയിൽ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സംഭവമാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓക്സിഡേഷൻ ഈസ് ലോസിങ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ന്യൂമോണിക്സ് ആണ്. ഓയിൽ റിഗ്, O for oxidation, I for ease, L for losing of electron. Rig means R for reduction, I for ease, then G for gaining of electron. അപ്പോൾ ഇങ്ങനെ പല ന്യൂമോണിക്സുകളുണ്ട്. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, ഫിസിക്സിലെ 7 കോമ്പണന്റ് കളേഴ്സ് അറിയാം. 7 കോമ്പണന്റ് കളേഴ്സിന്റെ വേവ് ലെങ്ത് അനുസരിച്ചാണ് നമ്മൾ വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡർ അനുസരിച്ച്, അതായത് ആദ്യം വേവ് ലെങ്ത് കുറഞ്ഞ വയലറ്റ്, പിന്നെ ഇൻഡിഗോ, അങ്ങനെ വേവ് ലെങ്ത് കൂടിയ റെഡ് വരെ. അത് ഓർക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതാണ് വിബ്ജിയോ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ആസ് ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പോൾ വേവ് ലെങ്ത്തിന്റെ അസെൻഡിങ് ഓർഡറിലാണ് നമ്മളത് ചെയ്യുക. വേവ് ലെങ്ത് കുറഞ്ഞത് വയലറ്റ്, വേവ് ലെങ്ത് കൂടിയത് റെഡ്. ഇനി നമുക്ക് കെമിസ്ട്രിയിൽ തന്നെ ഒരുപാട് ന്യൂമോണിക്സ് ഉണ്ട്. പീരിയോഡിക് ടേബിൾ ഫസ്റ്റ് ഗ്രൂപ്പ് നമുക്കറിയാം, ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, പൊട്ടാസ്യം, റൂബീഡിയം, സീസിയം, ഫ്രാൻസിയം, അങ്ങനെ 7 എലമെന്റ് ആണ്. ഇതിൽ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറയാവുന്നൊരു സെന്റൻസ് ആണ്, ഹിസ് ലാസ്റ്റ് സൺ പ്ലേസ് റഗ്ബി, ക്രിക്കറ്റ്, ഫുട്ബോൾ. അതിൻ്റെ ആദ്യത്തെ ലെറ്ററുകൾ നോക്കിയാൽ മതി. ആദ്യത്തെ ലെറ്ററുകൾ അതിൻ്റെ എലമെന്റ്സിനെ സൂചിപ്പിക്കുന്നു. അതാണ് ഉദാഹരണത്തിന് ഹിസ് ലാസ്റ്റ് സൺ എന്ന് പറയുമ്പോൾ, ഹിസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം H ആണ്, ദാറ്റ് ഇൻഡിക്കേറ്റ് ഹൈഡ്രജൻ. ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം L ആണ് അതിൻ്റെ ആദ്യത്തെ ആ ലെറ്റർ വരുന്നത്, അത് ലിത്തിയാണ്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതേപോലെ കെമിസ്ട്രിയിലൊക്കെ ഒരുപാട്
എല്ലാ സബ്ജക്റ്റുകളിലും ഒരുപാട് ന്യൂമോണിക്സ് ഉണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം. പലതരത്തിലുള്ള ന്യൂമോണിക്സ് നമുക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന പോലെ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മളിതൊക്കെ താല്പര്യത്തോടെ നിർമ്മിക്കുന്നത്. അപ്പോൾ ന്യൂമോണിക്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേറെ റെഡിമെയ്ഡ് ന്യൂമോണിക്സ് ഒന്നും വേണമെന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി പരിശ്രമിച്ചാൽ, താല്പര്യത്തോടുകൂടി ശ്രമിച്ചാൽ നമുക്കതിന് പറ്റിയ ന്യൂമോണിക്സ് കിട്ടും. അപ്പോൾ ന്യൂമോണിക്സ് വഴിക്ക് നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് ഓർഗനൈസ് ചെയ്ത് വെക്കാം. വളരെ എളുപ്പത്തിൽ അത് നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂമോണിക്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു ലേണിംഗ് ടെക്നിക്കാണ്, ഒരു ലേണിംഗ് ട്രിക്കാണ്, വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു ടൂളായിട്ട് ഉപയോഗിക്കും. പല രീതിയിലും ഇൻഫോർമേഷൻസ് ബ്രെയിനിലേക്ക് എത്തുന്നത് പല അളവിലാണ്. നമുക്ക് അതൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായും ഇൻഫോർമേഷൻ സെൻസറി ഓർഗൻ വഴിക്കാണ് എത്തുന്നത്. അത് നമ്മൾ വായിക്കുന്നതിന്റെ 25%, കേൾക്കുന്നതിന്റെ 35%, കാണുന്നതിന്റെ 50%, പറയുന്നതിന്റെ 60%, ചെയ്യുന്നതിന്റെ 75%. ഇനി വായിക്കുകയും കേൾക്കുകയും കാണുകയും പറയുകയും ചെയ്യുന്നതിന്റെ 95%-ഓളം ഇൻഫോർമേഷൻസ് കൃത്യമായിട്ട് നമ്മുടെ ബ്രെയിനിലെ സ്റ്റോർ ചെയ്യപ്പെടും. നമുക്ക് പല സബ്ജക്റ്റുകളിലും പൊതുവായി ഉപയോഗിക്കുന്ന ന്യൂമോണിക്സിനെ പരിചയപ്പെടാം. വ്യത്യസ്തമായ ഒരുപാട് ന്യൂമോണിക്സ് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. നമുക്കതിൽ ചിലതിനെ പരിചയപ്പെടാം. കെമിസ്ട്രിയിൽ നമുക്ക് 6 ഡയാറ്റോമിക് എലമെന്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂമോണിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാവ് നോ ഫിയർ ഓഫ് ഐസ് കോൾഡ് ബിയർ. ഇതിൽ ആദ്യത്തെ ലെറ്ററിങ്, ആദ്യത്തെ ഇപ്പോൾ ഹാവ് എന്ന് പറയുമ്പോൾ H ആണ്, അപ്പോൾ ഹൈഡ്രജൻ. നോ എന്ന് പറയുമ്പോൾ N ആണ്, നൈട്രജൻ. ഫിയർ എന്ന് പറയുമ്പോൾ F ആണ്, ഫ്ലൂറിൻ. അതുപോലെ അയഡിൻ, ക്ലോറിൻ, ബ്രോമിൻ. വളരെ എളുപ്പത്തിൽ യൂണിവേഴ്സിലുള്ള എല്ലാ പ്ലാനറ്റ്സിനെയും ഓർക്കാൻ വേണ്ടി ഉള്ള ന്യൂമോണിക്സ് ആണിത്. ഈ സെന്റൻസ് ശ്രദ്ധിച്ചു നോക്കൂ. മൈ വെരി എക്സലന്റ് മദർ ജസ്റ്റ് സെർവ്ഡ് us nachos. ഇതിൽ ആദ്യത്തെ വാക്കുകൾ ഓരോ പ്ലാനറ്റ്സിനെ സൂചിപ്പിക്കുന്നു. മൈ എന്ന് പറയുമ്പോൾ M ആണ്, അത് മെർക്കുറി. അതുപോലെ വെരി എന്ന് പറയുമ്പോൾ V ആണ്, വീനസ്. എക്സലന്റ് എന്ന് പറയുമ്പോൾ E ആണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്, ഇറ്റ് റെപ്രസെന്റ് എർത്ത്. മദർ എന്ന് പറഞ്ഞ വാക്കിലെ ആദ്യത്തെ അക്ഷരം M ആണ്, ഇറ്റ് റെപ്രസെന്റ് മാർസ്. അതുപോലെ ജസ്റ്റില് J ആണ്, ജുപ്പിറ്റർ. സെർവ്ഡില് S ആണ്, സാറ്റേൺ. അസില് U ആണ്, യുറാനസ്. നാച്ചോസില് N ആണ്, നെപ്റ്റ്യൂൺ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെ ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 7 പ്രൊഡക്റ്റുകളാണ് ഉണ്ടാകുന്നത്. അതിലെ ഇവിടെ ഓർത്ത് വെക്കാനുള്ള ഒരു സെന്റൻസ് ആണ് റിയൽ ഗൺസ് നെവർ കിൽ ഡീർ ബൈ ഫയറിംഗ് ബനാനാസ്. ഇതിലെ ഓരോ വാക്കുകളുടെയും റിയൽ, അതിൽ ഫസ്റ്റ് ആയിട്ടുള്ള വേർഡ് R ആണ്, R റെപ്രസെന്റ് റിഫൈനറി ഗ്യാസ്. ഗൺസ് അതിൽ G ആണ്, G റെപ്രസെന്റ് ഗ്യാസലിൻ. നെവർ അതിൽ N ആണ്, ഇറ്റ് റെപ്രസെന്റ് നാഫ്ത. അതുപോലെ മറ്റുള്ള പ്രൊഡക്റ്റുകൾ നോക്കൂ. ഓംസ് ലോ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്, പക്ഷെ അതിലെ ഫോർമുലകൾ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നോക്കുക, വൈറസ് എന്നുള്ളത് ഒന്ന് എഴുതിയാണ് നോക്കുക. വി മുകളില് ന്യൂമറേറ്ററിൽ V എന്ന് എഴുതി, താഴെ ഡിനോമിനേറ്ററിലെ IR എന്ന് എഴുതി. നോക്കൂ, ഈ ഫോർമുലയിൽ നിന്ന് എങ്ങനെയാണ് ഓരോ വേരിയബിളും ഡിറൈവ് ചെയ്തെടുക്കുന്നത് നോക്കൂ. ഇപ്പൊ V ഹൈഡ് ചെയ്ത് പിടിക്കുമ്പോ ബാക്കി എന്താണ് വരുന്നത്? IR. അപ്പോൾ V ഈസ് ഇക്വൽ ടു IR. ദെൻ I ഹൈഡ് ചെയ്ത് പിടിച്ച് നോക്കൂ, ബാക്കി എന്താണ് വരുന്നത്? V ബൈ R. I ഈസ് ഇക്വൽ ടു V ബൈ R. ഇനി R ഹൈഡ് ചെയ്ത് പിടിച്ച് നോക്കൂ, അപ്പൊ എന്താണ് വരുന്നത്? V ബൈ I. So R ഈസ് ഇക്വൽ ടു V ബൈ I. Or we can use the same method when we use the formula F is equal to MA. Here F is taken as numerator and MA is taken as denominator. As in the same way we can derive each 3 different formula of different variables. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള സന്ദർഭത്തിനനുസരിച്ച് ആവശ്യമുള്ള ന്യൂമോണിക്സ് തയ്യാറാക്കാൻ പഠിക്കാം. വിഷ്വൽ ലിങ്കിങ് മെത്തേഡ് ടു ഇംപ്രൂവ് യുവർ മെമ്മറി എന്ന് പറയുന്ന ആദ്യത്തെ സെഷൻ, മെമ്മറി ടെക്നിക്കിലെ ആദ്യത്തെ സെഷൻ കാണാത്തവരെ അതൊന്ന് കാണാം. ഇനിയും മെമ്മറിയുമായി ബന്ധപ്പെട്ട സെഷനുകളുമായി നമുക്ക് മുന്നോട്ട് പോകാം.